ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ പാലക്കാട്ടിലെ സൂഫി മന്തിക്ക് പോകണം. പോരിശകളും പറച്ചിലുകളും ഒരുപാട് കേട്ട കാരണം നമുക്കും ഇവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ. അതുകൊണ്ട് നമ്മൾ ഉച്ചക്കാണ് പുറപ്പെട്ട് അവർക്ക്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ അലാക്കിന്റെ തിരക്ക്. പൂവിട്ടാൽ പോലും കൊയിലാന്ന് പറയലോ അതേമാതിരി. അവിടെ ഫുഡ് കഴിക്കണമെങ്കിൽ ആദ്യം പേരെടുത്ത് പേര് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഒരു ടോക്ക് എടുക്കണം. എന്നിട്ട് ടോം വിളിക്കും. അപ്പോഴേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. നമ്മളെ മുമ്പ് വന്ന വാരത്തിലായിട്ട് വിളിച്ചോണ്ടിരിക്കണം. എന്തായാലും നമ്മുടെ ടേൺ വരുന്നവരെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ. പിന്നെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കവ പിടിക്കാം. ഇത് കമ്പ്യൂട്ടർ ഒക്കെ ഫ്രീ ആണ്. ഇവിടെയാണെങ്കിൽ നേർച്ചക്കാളുടിയമാർ ഇഷ്ടംപോലെ ആൾക്കാരാണ്. കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, കുറെ ആൾക്കാർ കയറുന്നുണ്ട്. പക്ഷെ തിരക്കാണ് ഒയ്യണില്ല. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ടേം വന്നു. നമ്മൾ ഇറങ്ങി വണ്ടി ഇവിടെ നേരെ പോയി കയ്യൊക്കെ വേണ്ടി പൈപ്പിരിച്ചപ്പോൾ വെള്ളവും വരുന്നില്ല. പിന്നെ അപ്പുറത്തെ വർക്ക് ചെയ്യുന്ന പൈപ്പിൽ നിന്ന് കയ്യാണ്ട് കഴുകി നേരെ പോയി മജ്ലിസിനോട് കുത്തിരുന്നു. നേരെ മറിച്ചു മെനു എന്തൊക്കെയുള്ളത് നോക്കണല്ലോ. നമ്മൾ മാത്രമല്ല എല്ലാവരും മെനു മറിക്കാനുള്ള അത്ര പാടിലാണ്. എല്ലാവരും കാര്യമായ ഗവേഷണത്തിന് ശേഷം നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ നമ്മളെ താത്ത വന്നിട്ട് പ്ലേറ്റ് കൊടുത്തു. ആദ്യം പിന്നെ ഒരു പേപ്പർ കൊടുന്ന് വിരിക്കാൻ തുടങ്ങി. അങ്ങനെ വിരിക്കൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓർഡർ ഒക്കെ ഒരാളെ ഉച്ചക്ക് 12 മണിക്ക് ഫുഡ് കഴിക്കാൻ വന്ന ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുന്നത് 2 മണിക്കാണ്. ഇതുവരെയും ഫുഡ് കിട്ടിയില്ല. എന്തിന് ഓർഡർ പോലും എടുക്കൽ ചെയ്യേണ്ടില്ല. നമ്മൾ ഓർഡറിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കാത്തിരിപ്പ് തുടങ്ങി. കാത്തിരുന്ന് വയറ് വരെ തള്ളക്കുളിക്കാൻ തുടങ്ങി. 4 പേരുടെ ആംബിയൻസ് ഒക്കെ ആസ്വദിച്ച് കുത്തിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ. നേരത്തെ കാത്തിരുന്ന മാമൻ ഇവിടെ കാത്ത് കിടക്കൽ തുടങ്ങി. ഇതുവരെ നമ്മുടെ ഫുഡ് എത്തിയില്ല. പിന്നെ പെട്ടെന്ന് മാമനൊക്കെ ചാടി മുട്ടി. കാരണം എന്താണ്, നമ്മളെ ഫുഡ് എത്തി. ഇങ്ങനെയുള്ള പോക്ക് നമ്മൾ യുദ്ധഭൂമിക്കായതുകൊണ്ട് എല്ലാ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാവർക്കും സാധനം എത്തണല്ലോ. പിന്നെ ഓരിയൊപ്പുകളും പാകമക്കലുകളൊക്കെ ഒരുപാട് നടന്നു. കാരണം എല്ലാവരും ഓരോ തരം ഫുഡൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓരോ ടീസ്പൂൺ നോക്കണമല്ലോ. ഞാൻ എന്തായാലും എൻ്റെ ഒരു കൈപ്പറ്റിയിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം ഞാൻ പറയാം. വിശപ്പിൻ്റെ കാടിഞ്ഞെത്താൽ എല്ലാവരും കാര്യമായി അടിച്ചു മാറലാണ്. അങ്ങനെ എന്തായാലും നമ്മളെ യുദ്ധം ആണ് അവസാനിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ കഴിച്ച് തൊള്ളേ കൊള്ളാത്ത ഓരോ പേരുള്ള സാധനങ്ങളാണ്. അത് കാരണത്താൽ ഇന്നത് നന്നായിരുന്നു ഇന്നത് നന്നായിരുന്നു എന്ന് പറയാൻ നമുക്കത് അറിയണില്ല.